ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജേണി. ഒന്നെങ്കിൽ ഒരു ലോക ഡിസാസ്റ്റർ, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പാൻ ഇന്ത്യൻ ഫിലിം സ്റ്റാറിംഗ് ലാലേട്ടൻ. ഋഷഭ ഋഷഭ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. 25 മിനിറ്റ് മുമ്പ് വന്നിട്ടുള്ളതാണ്. മോഹൻലാൽ ആസ് എ കിങ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് എ കിങ്, രാജാവാണ്. ഡയറക്റ്റഡ് ബൈ നന്ദകിഷോർ. ദിവാലി 2025 റിലീസ് എന്നും കൊടുത്തിട്ടുണ്ട്. റിലീസ് ഡേറ്റ് ഇനി ഇതിൽ കൊടുക്കുമെന്ന് അറിയില്ല. കുറെ ആളുകൾ ഇത് മറ്റൊരു എന്താ പറയാ കണ്ണപ്പയായിരിക്കും, അല്ലെങ്കിൽ മരക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ കുരു പൊട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഇത് കണ്ടിന്യൂഷൻ നമുക്ക് പറയാം. 1 മിനിറ്റ് 43 സെക്കൻഡ് ആണ് ഇതിന്റെ ദൈർഘ്യം. സോ ലെറ്റ്സ് വാച്ച്. റെഡി ബൂം ബൂം പാകിരിക്കട്ടെ. ഫുൾ സൗണ്ട് കേട്ടോ. എന്താ ബാഹുബലി. സിംഹം. അത് ലാലേട്ടന്റെ കൈ. ശത്രു പിറന്നു എന്ന് നമുക്ക് പറയാം. ജാതി ഫ്രെയിംസ് ആണ്. ഋഷഭ 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 ആരാണ് ചെക്കൻ? ദിവാലി 2025 റിലീസ്. ഇത് ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാനിത് കുറെ സൈലന്റ് ആയിട്ടിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ വൺ ലൈൻ അറിയാലോ. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം മുമ്പോ ഇട്ടിട്ടുള്ള വീഡിയോ, ഇന്നലെ ഇട്ട വീഡിയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് എന്താണ് ഇതിന്റെ ഒരു ത്രെഡ് എന്നുള്ളത്. കാരണം മുജ്ജന്മത്തിൽ ഭയങ്കര ശത്രുക്കളായിരുന്ന രണ്ടുപേര്, അതായത് അവരെന്താ പറയാ, അത്തരം പ്രതിജ്ഞ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇനി ഏത് കാലം വന്നാലും നീ എനിക്ക് ശത്രു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ. അവര് ജന്മത്തില് അച്ഛനും മകനുമായിട്ടാണ് ജനിക്കുന്നത്. ഇപ്പൊ ഇതിൽ കാണിക്കുന്നതും കൂടുതലും അത് തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു വയറ്റിലുള്ള ഒരു സ്ത്രീയുടെ ആ ഒരു എന്താണ് പ്രസവിക്കുന്നതിന് മുമ്പുള്ള ആ വേദനയും പെയിനും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ടൊരു കുട്ടി ഉണ്ടാവുന്നുണ്ട്, കുട്ടിനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ലാലേട്ടൻ അപ്പുറത്ത് കാണിക്കുന്നുണ്ട്. സോ ലാലേട്ടന്റെ മകനായിട്ടാണ് ആള് വരുന്നത്. ഓഫ്കോഴ്സ് അത് ലാലേട്ടൻ തന്നെയാണ് അച്ഛൻ കഥാപാത്രം ലാലേട്ടനാണ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് ഭയങ്കര ഘോരമായിട്ട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെ ശത്രുക്കളായിരുന്ന രണ്ടുപേരാണ്. അപ്പോൾ എതിര് നിന്നിരുന്ന ആ വ്യക്തി, അത് എതിരായിരുന്നു, സ്വന്തം ടീമിൽ ഉണ്ടായിരുന്ന ആൾ പിന്നീട് ശത്രുവായിരുന്നു, ഒന്നും നമുക്കറിയില്ല. അതൊക്കെ കഥയിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ബട്ട് ശത്രുക്കളായിരുന്നു അവര്. അച്ഛനും മകനായിട്ട് പുനർജനിക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കും? അവരുടെ ആ ഒരു ബന്ധം കൊണ്ട് സ്നേഹം വളരുമോ, അതോ അവർ തമ്മിൽ തിരിച്ചറിയുന്ന സമയത്തുള്ള പ്രതികാരം ആണോ വളരുന്നത് എന്തെന്നുള്ളത് കണ്ടറിയാന്നുള്ളതാണ്. എനിക്കിത് നോക്കിയപ്പോൾ പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ അടിപൊളി മ്യൂസിക് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് ഫ്രെയിംസ് ആണ്. പിന്നെ ഉള്ളത് ലാലേട്ടൻ മകനായിട്ട് ആരും അഭിനയിക്കാൻ എനിക്കറിയില്ല, പക്ഷെ മകന്റെ മടിയിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മകൻ ഒരു യോദ്ധാവിന്റെ പോലത്തെ ഉള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ബട്ട് ലാലേട്ടൻ സാധാരണ ഒരു അച്ഛൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. തിരിച്ചറിയുന്ന സമയത്തുള്ളതാണോ, അല്ലെങ്കിൽ അവരുടെ പ്രതികാരത്തിന്റെ അപ്പുറത്തേക്ക് ഒരു സാഹചര്യത്തിൽ അവരെല്ലാം മറന്ന് ഒന്നിക്കുന്നതാണോ, അവർ കൈകോർക്കുന്നതാണോ, ഒന്നും അറിയില്ല. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ് ആണ്. ഭയങ്കര എപ്പിക് പരിപാടി ഇവർ ചെയ്തിട്ടുണ്ട്. നല്ല പൈസ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലൊരു സ്കെയിൽ, ഒരു വലുപ്പം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ലാലേട്ടന്റെ കോസ്റ്റ്യൂംസ്, മറ്റ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക് എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തുടക്കത്തിലുള്ള ആ CGI സംഭവങ്ങളൊക്കെ ശരിക്കും ഒരു ബാഹുബലി ഫീൽ തരുന്ന രീതിയിൽ സാധനം ചെയ്തിട്ടുണ്ട്. എത്രമാത്രം
ഗംഭീരമാവും എന്നുള്ളത് സിനിമ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും വലിയ സിനിമകൾ എടുക്കുമ്പോൾ എല്ലാം കൊണ്ടും അത് അടിപൊളിയായിരിക്കണം. അതിന്റെ സ്റ്റോറി വലിയ പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കണം. സ്റ്റോറിനേക്കാളും മറ്റിനേക്കാളൊക്കെ ഉപരി പ്രസന്റ് ചെയ്യണത് അത്രയും അടിപൊളിയായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാറുള്ളൂ പൊതുവെ. അല്ലെങ്കിൽ പലപ്പോഴും കോമഡി ഓവറാണ് സംഭവിക്കാറ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും പറഞ്ഞു ഇതിന്റെ ഡയറക്ടർ, അതായത് നന്ദകിഷോർ എന്ന് പറഞ്ഞ ആള് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതോ ഒരു പടം മാത്രമേ ഞാൻ മുഴുവനായിട്ട് എന്താ പറയുക സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടും അതിന്റെ പറഞ്ഞ ഹോംവർക്ക് ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് കുറെ ആള് കഥയും മറ്റു നമ്മളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, അതിനെ ബേസ് ആയിട്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുള്ളത്. ബട്ട് ഇയാളുടെ മുമ്പുള്ള പടങ്ങൾ ഏതൊന്നും എനിക്കറിയില്ല, നന്ദകിഷോർ എന്ന് പറഞ്ഞ ആളുടെ. ബട്ട് കുറെ കമന്റിൽ വന്നിട്ടുണ്ട് ഏതോ ഒരു പടം മാത്രമേ തൽക്കാലം ഒരു അത്യാവശ്യങ്ങളും കൊള്ളാവുന്ന പടമുള്ളൂ, ബാക്കി എല്ലാം ഫ്ലോപ്പാണ്, സോ ഇതും ഒരു ഫ്ലോപ്പ് ആവാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട്. ലോക എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു 27 കോടിയും കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ തുടരുകൊണ്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ വരെ തകർക്കും എന്നാണ് പറയുന്നത്. അത്രയും വലിയ കളക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് തന്നെ 100 കോടിയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ വൻ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലോക. ഈ ലോകയുടെ സംവിധായകന്റെ പഴയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ പടങ്ങളൊന്നുമില്ല, എല്ലാം ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത പടങ്ങൾ. എനിക്ക് തോന്നുന്നു ഒന്നോ ഒരു പടക്കേ ഉള്ളൂ നല്ല പടങ്ങൾ. സോ അത് വെച്ചിട്ടൊന്നും നമുക്ക് ഒരാളെയും കണക്കൂട്ടാൻ പറ്റില്ല. കാരണം അവരുടെ ആ ഒരു കഴിവ് പുറത്തെടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം അവർക്ക് എല്ലാം കൊണ്ടും ഒത്തിണങ്ങി വന്ന് ചിലപ്പോൾ എപ്പോഴായിരിക്കാം. നല്ല പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവുക, എന്ന് പറയുമ്പോൾ നല്ലൊരു ബഡ്ജറ്റ് അവർക്ക് കിട്ടുക, നല്ല ഫ്രീഡത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റുക, അവർ ഉദ്ദേശിച്ചുള്ള അവരുടെ വിഷൻ എന്താണോ അത് 100% ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുക. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണല്ലോ സോറി കേട്ടോ, ചുമ കുറച്ച് കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നല്ലൊരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഋഷഭ എന്ന് പറയുന്നത് ഈ സംവിധായകന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണെങ്കിലോ കഴിഞ്ഞ കാലം വെച്ചിട്ടൊന്നും നമുക്ക് ഒരാളെയും കണക്കൂട്ടാൻ പറ്റില്ല. അപ്പൊ തന്നെ ലാലേട്ടന്റെ അവസ്ഥ എടുത്ത് നോക്കാം, എത്ര ഫ്ലോപ്സ് ആണ് ഇതിന്റെ ഇടയിൽ വന്നുകൊണ്ടിരുന്നത്. നേര് എന്ന് പറഞ്ഞ നല്ല സിനിമ വന്നിട്ടും ആളുകൾ അക്സെപ്റ്റ് ചെയ്തില്ല. ബട്ട് തുടരും എന്തുണ്ടാക്കിയത് ഇപ്പൊ ഹൃദയപൂർവ്വം ലോക അത്രയും വലിയ ഹിറ്റാണ്, അത് വലിയ സംഭവമായിട്ട് അവിടെ പോകുന്നുണ്ടെങ്കിലും ഹൃദയപൂർവ്വം പിടിച്ചു വെക്കുന്നുണ്ട് ഇപ്പോഴും. അത് നല്ല ഫാമിലീസ് ഈ പറഞ്ഞ സ്ലീപ്പർ സെൽസ് ഇറങ്ങുന്നുണ്ട്. അതാണ്, അത്രേ ഉള്ളൂ. അവിടെ ഉള്ള നടൻ മറ്റെന്തും അവിടെ ആയിക്കൊള്ളട്ടെ, എല്ലാം ആവറേജ് ആണെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ മോഹൻലാലാണ്. ഭയക്കണം.